പ്രത്യേകമായി നമ്മുടെ ഓരോ വചനവും വിശ്വാസത്തോടുകൂടെ സ്വീകരിക്കുന്ന അനുസരിച്ച് ദൈവത്തിന്റെ അടയാളം, അത്ഭുതങ്ങൾ നമ്മൾക്ക് അനുവദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത് ഇപ്പൊ നമ്മള് ഇന്ന് ഒരു പ്രാർത്ഥന, ഒരു കാര്യം പറയുകയാണ്, ഒരു ദൈവത്തിനോട് നമ്മൾ ഒരു ആവശ്യം, റിക്വസ്റ്റ് നമ്മൾ ഈശോയുടെ സന്നിധിയിൽ ഏൽപ്പിക്കുകയാണ്. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞ്, കുറച്ച് നാൾ കഴിഞ്ഞ്, കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടൊന്നും അതിന്റെ മേല് ഒരു നടപടിയാകുന്നില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ദൈവീക സഹായം ഉണ്ട്. അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് വിചാരിക്കുന്ന സമയങ്ങള്, നമുക്ക് അതറിയില്ല എന്ന് വിചാരിക്കുന്ന സമയങ്ങള്, നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന സമയങ്ങളിലൊക്കെ ഈശോ ഈ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ വെറുതെ വിശ്വസിക്കുന്നതല്ല, യഥാർത്ഥത്തിൽ സത്യമായ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ചെറിയ 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 പ്രവൃത്തികള്, അടയാളങ്ങള്, അനുഭവങ്ങള് ഒക്കെ ദൈവം നമുക്ക് വേണ്ടി കാണിച്ചു തരും. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് ചോദിക്കുമ്പോ തന്നെ സ്വിച്ചിട്ട കത്തുന്ന ബൾബ് പോലെ എല്ലാ കാര്യങ്ങളും ഉടനെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാല് ആ ദൈവത്തിന്റെ പരിശുദ്ധിക്ക് തന്നെ കളങ്കം വരുത്താൻ നമ്മുടെ ആവശ്യങ്ങൾ കൂടും, ആഗ്രഹങ്ങൾ കൂടും. പിന്നെ അവസാനം ദൈവത്തെ മാത്രം മറന്നിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം സമീപിക്കുന്ന ഒരു അവസ്ഥയായി മാറും. അതുകൊണ്ട് നമ്മൾ മിക്കവർക്കും പറ്റുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാല്, ആദ്യം പ്രാർത്ഥിക്കുമ്പോ ചിലപ്പോ കിട്ടാത്ത ഒരവസ്ഥ വരുമ്പോ അടുത്ത സ്ഥലത്തേക്ക് പോകും, അല്ലെ? ഇപ്പൊ നമ്മുടെ പള്ളിയില് നമ്മൾ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന കൂടുന്നുണ്ട്. പക്ഷെ നമ്മള് പല സ്ഥലങ്ങളിലും പല പള്ളികളിലും ഒക്കെ പോകുന്നത് നല്ലത് തന്നെയാണ്, പോകണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയുന്നതല്ല. എങ്കിൽ ഇവിടത്തേനേക്കാൾ കൂടുതൽ അവിടെയുണ്ട്, ഇവിടത്തേക്കാൾ കൂടുതൽ അത്ഭുതം അവിടെയുണ്ട്, ഇവിടത്തേക്കാൾ കൂടുതൽ ശക്തി അവിടെ ഇരിക്കുന്ന ദൈവത്തിനുണ്ട് എന്ന് ചിന്തിക്കുന്നത് സത്യത്തിൽ ഇത് ശരിയാണോ? അല്ല, 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 ഒരിക്കലും അല്ല, അല്ലേ? കാരണം നമ്മളായിരിക്കുന്ന ഇടവകയില്, നമ്മളായിരിക്കുന്ന സ്ഥലത്ത് അതേ അവസ്ഥയിൽ പ്രവർത്തിക്കാൻ ദൈവത്തിന് സാധിക്കും. പക്ഷെ ആ വിശ്വാസം എനിക്ക് ഇവിടെ നിലനിർത്താൻ പറ്റുന്നില്ല, അല്ലേ? എന്റെ വിശ്വാസം കുറയുന്നതുകൊണ്ടാണ് ചിലപ്പോ അവിടെ കൂടുതൽ വിശ്വാസ വളർച്ച ഉള്ളത് കൊണ്ടാണ് അവിടെ കൂടുതൽ അത്ഭുതങ്ങൾ നടക്കുന്നത്. എന്റെ വീട്ടില്, എന്റെ ജീവിതത്തില്, എന്റെ ഇടവകയില്, എന്റെ സഭയില് ഒത്തിരി വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് എന്ത് സംഭവിക്കുന്നുണ്ട്? അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നുണ്ട്, അല്ലേ? കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കണ്ടതാണ്. യൂറോപ്യൻ സഭ കീഴ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, എന്നാൽ ആഫ്രിക്കൻ സഭ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആഫ്രിക്കയില് അതുപോലെ പ്രതിസന്ധികളുടെ നടുവില് വൈദികരുടെ എണ്ണം വർദ്ധിക്കുന്നു, വിശ്വാസികളുടെ എണ്ണം വർദ്ധിക്കുന്നു, രക്തസാക്ഷികളുടെ എണ്ണം വർദ്ധിക്കുന്നു. ഇതെല്ലാം എന്തിനെ കുറിച്ചുള്ളതാണ്? സഭ അവിടെ ശക്തമായി വളരുന്നു എന്നുള്ളതിന്റെ ഒരു അടയാളമാണ്, അല്ലേ? മരിക്കുന്നതനുസരിച്ച് അവർ വിശ്വാസം ഉപേക്ഷിക്കുന്നില്ല, പക്ഷെ അവിടെ അതനുസരിച്ച് തഴച്ചു വളരുകയാണ്. നല്ല വളക്കൂറുള്ള മണ്ണായി ആഫ്രിക്കൻ ജനതയുടെ ഇടയിൽ ദൈവത്തിന് ശക്തി പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെ? നമ്മള് പലപ്പോഴും കണ്ടിട്ടുള്ള കാര്യമാണ്. അവിടെ വെള്ളം, പള്ളിയുടെ ഉള്ളിലൊക്കെ വെള്ളമായിരുന്നിട്ടും പരിശുദ്ധ കുർബാനയോടുള്ള ഉള്ളിലുള്ള ഒരു ചെറിയൊരു ദാഹത്തിന്റെ പേരില് അവര് ആ വെള്ളത്തിൽ വന്ന് കുർബാന, നമ്മളാണെങ്കിൽ പള്ളിയിൽ വെള്ളമാണ്, അവിടെ പോയി എങ്ങനെ? ഇപ്പൊ ഞങ്ങളുടെ പള്ളിയിൽ ഇടക്കൊക്കെ ഭയങ്കര മഴ വരുമ്പോ ഭയങ്കര ചോർച്ച എന്ന് വെച്ചാല് ഇപ്പൊ രണ്ടാമത് എന്തൊക്കെ ചെയ്തിട്ട് ചോർച്ച നിൽക്കുന്നില്ല. അപ്പൊ അച്ഛൻ പറഞ്ഞ് അത് ഇനി ഇപ്പൊ പുതിയതായിട്ട് വന്ന അച്ഛൻ പള്ളി പണിയാനുള്ള ഒരു ഇന്റൻഷനാണ് ആദ്യം വെച്ചേക്കുന്നത്. അപ്പൊ ആളുകള് എന്തോരം കമ്മിറ്റഡ് ആകുന്നോ ചോർച്ചകൾ കുറയും, പള്ളി വിശുദ്ധീകരിക്കപ്പെടും, ദൈവീക ഇടപെടലുകൾ വരും. ഇപ്പോ പോയ അച്ഛൻ പറഞ്ഞു, ഞാൻ കുറെ കാശ് മുടക്കി ഈ പള്ളിയുടെ ചോർച്ച മാറ്റാനായിട്ട്. പക്ഷെ ഈ ചോർച്ച മാറിയെന്ന് വിചാരിക്കും, പക്ഷെ ഒരു നല്ലൊരു മഴ വരുമ്പോ ശക്തമായ ചോർച്ചകളെല്ലാം മാറ്റും. അപ്പൊ അച്ഛൻ പോയ ദിവസവും പുതിയ അച്ഛൻ വന്ന ദിവസവും ഭയങ്കര മഴയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തായാലും മാതാവും ആഗ്രഹിക്കുന്നുണ്ടാവും പള്ളി പുതുക്കി പണിയാൻ, അതായിരിക്കാം
ഇതിങ്ങനെ ഈ ദിവസങ്ങളിലും ഈ സമയങ്ങളിലൊക്കെ അത് ആളുകൾ കണ്ടും മനസ്സിലായി. ഇപ്പോ അച്ഛന്റെ ഉള്ളില് എന്ന് പറയണല്ല, അച്ഛൻ ജനങ്ങളോട് പറയുന്നതല്ല, ദൈവം തന്നെ പറയുകയാണ് അല്ലെ. ഓരോ ചോർച്ചകൾ പുതിയ നിയമത്തിലാണെങ്കിൽ പഴയ നിയമത്തിലാണെങ്കിൽ ദേവാലയ നിർമ്മാണത്തെക്കുറിച്ചും റിപ്പയറിങ്ങിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. കാരണം ഈ ദൈവത്തിന്റെ കൂടാരം അഴുക്ക് പറ്റുക, മാലിന്യം പറ്റുക, അല്ലെങ്കിൽ തകർച്ച പറ്റുക എന്നുള്ളതിന്റെ ഒരു അടയാളം എന്താണ്? എന്റെ വിശ്വാസത്തിലും തകർച്ചയും തളർച്ചയും അഴുക്കും ഒക്കെ വരാൻ സാധ്യതയുണ്ടെന്നുള്ളതിന്റെ ഒരു അടയാളം കൂടിയാണ് അല്ലെ. ഇപ്പൊ നമ്മുടെ വീട് എപ്പോഴും നല്ല രീതിയിൽ നിലനിർത്തണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ എന്താ പൊട്ടലുകളും വിള്ളലുകളും ചോർച്ചകളൊക്കെ നമ്മൾ മാറ്റില്ലേ? നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അത് മാറ്റണം, അല്ലെങ്കിൽ അത് നമുക്ക് ബുദ്ധിമുട്ടാവും. ഇതിന്റെ പുറത്ത് എന്താണ്? പ്രൊട്ടക്ഷൻ ആണ് അല്ലെ. നമ്മളെല്ലാവരും സേഫ് ആയിട്ടിരിക്കണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ദൈവത്തിനും നമ്മുടെ ജീവിതത്തില് ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിക്കാനും നമ്മൾ സേഫ് ആയിട്ടിരിക്കുന്നതിന് വേണ്ടി തന്നെയാണ്, നമ്മൾ സുരക്ഷിതരായിട്ടിരിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ഭൂമിയിൽ ഈശോയുടെ പ്രവർത്തികളും അടയാളങ്ങളും ഒക്കെ നിലനിർത്തുന്നപ്പോ നമ്മളുടെ വിശ്വാസം എത്രത്തോളം വളരുന്നു അത്രമാത്രം പലരുടെ ജീവിതത്തിലും ദൈവത്തിന് കൊടുക്കാനായിട്ട് ഭയങ്കര താല്പര്യമാണ്, അല്ലെങ്കിൽ പള്ളിക്ക് വേണ്ടി കൊടുക്കാനായിട്ട് താല്പര്യമാണ്. പക്ഷെ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ബലഹീനതയെ ഒന്ന് താങ്ങാൻ പോലും താല്പര്യമില്ല. അങ്ങനെ വരുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു വിശ്വാസം ദൈവം ആഗ്രഹിക്കുന്നില്ല. കൂടെ നിൽക്കുന്നവനെ താങ്ങാതെ സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തെ താങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? ഈ ഒരു കാര്യമില്ല. അപ്പൊ അവിടെയും എങ്ങനെയാണ് മനുഷ്യരുടെ നിലപാട്, വിശ്വാസവും വിശുദ്ധിയും വിശ്വസ്തതയും ഒക്കെ എങ്ങനെയാണ് നിൽക്കുന്നതെന്നനുസരിച്ചിട്ടാണ് നമ്മളുടെ ജീവിതത്തിന്, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ സഭയ്ക്കൊക്കെ കൂടുതൽ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നത്. ഇപ്പൊ ആഫ്രിക്കയില് ഒരുപാട് രക്തസാക്ഷികള് ക്രൂരമായി മരണപ്പെട്ടു, കൊല ചെയ്യപ്പെട്ടു, ദാരുണമായി മനുഷ്യനെ ഭീകരമായ അവസ്ഥയിൽ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു ശക്തമായ വിശ്വാസ വെളിച്ചം അവിടെ കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ ഉള്ളില്. പക്ഷെ യൂറോപ്പിലൊക്കെ അങ്ങനെയല്ല. പള്ളികളിലൊക്കെ എന്താണ്, ആളില്ല. അവിടെ കൾട്ട് മിനിസ്ട്രീസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ ഒത്തിരി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്പേസ് കൊടുത്തത് കൊണ്ടാണ് അല്ലെ, സൗകര്യപൂർവ്വം സ്പേസ് കൊടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഇടിച്ചുകയറ്റവും അവര് സ്വാധീനവും നിലനിർത്തുന്നത്. അപ്പൊ ഇന്നിപ്പോ നമുക്ക് നമ്മുടെ വിശ്വാസം എങ്ങനെ ഏതവസ്ഥയിലും ഈശോയുടെ കുടുംബം ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്നു എന്ന് പറയുന്ന കാര്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ, ഈജിപ്ത് പാപത്തിന്റെ നാടായിരുന്നിട്ടും ദൈവം എന്തിനാ അങ്ങോട്ട് പറഞ്ഞു വിട്ടു? വേറെ എന്തെല്ലാം സ്ഥലങ്ങളുണ്ട്, ഏതെല്ലാം സ്ഥലങ്ങളിലേക്ക് രക്ഷപ്പെടാം. പക്ഷെ എന്താ, അവിടെയും ആ പരിശുദ്ധിക്ക് കളങ്കം വരുത്താതെ ദൈവകൃപയുടെ പരിപാലനയിൽ ജീവിച്ച തിരുക്കുടുംബം ഈ ലോകത്തിന് വലിയൊരു മാതൃകയാണ്. അവിടെയും ദൈവം തന്നെയാണ് അവരെ പ്രൊട്ടക്ഷൻ ചെയ്തത് എന്ന് തിരിച്ചറിയുമ്പോൾ ഈ വചനങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തില് ഏത് പ്രതിസന്ധിയിലും ദൈവം നമ്മളെ പ്രൊട്ടക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്റെ വിശ്വാസവും എന്റെ ദൈവവുമായിട്ടുള്ള ബന്ധവുമാണ് എന്നെ സുരക്ഷിതത്തിൽ എന്നും കൊണ്ടിരിക്കുന്നതും നയിക്കുന്നത്. നമുക്ക് മറിയത്തിന്റെ സ്തോത്രഗീതം വായിക്കാം. ജയന്തി വായിക്കും. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള തിരുവചനങ്ങൾ. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. ദൈവവചനമാണ് നമ്മൾ കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം.
നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈശോ പരിശുദ്ധ അമ്മയുടെ ഈ സ്തോത്രഗീതത്തില് പ്രത്യേകമായിട്ട് പറയുന്ന ഒരു വാക്കാണ്, വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് അവിടുന്ന് സംതൃപ്തരാക്കി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട്. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ വിശിഷ്ട വിഭവങ്ങൾ എന്താന്ന് ഓർമ്മയുണ്ട്? ഇപ്പോ ആദ്യം പറഞ്ഞ വിശിഷ്ട പ്രാർത്ഥന, പ്രാർത്ഥന, പിന്നെ വിശ്വാസം, എളിമ, അങ്ങനെ മൂന്നാല് എത്രയാണ് ഞാനിപ്പോ ഓർക്കണം. നിങ്ങൾ അതിൽ കൂടുതൽ ഓർക്കുന്നുണ്ടെങ്കിൽ പറയും. സ്ഥിരമായ പ്രാർത്ഥന. പ്രാർത്ഥന. അപ്പം ഇതില് അതായത് ഈ നമ്മളുടെ ഈ വിശിഷ്ട വിഭവങ്ങൾ എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. അതിൽ ഒന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുമ്പോ പരിത്യാഗം എടുത്ത് പ്രാർത്ഥിക്കുന്നത് അല്ലെ. പരിത്യാഗം പ്രാർത്ഥിക്കുന്നത് നമ്മളിപ്പോ ഒരു കരുണക്കൊന്ത ചെല്ലുന്നു, നമുക്ക് ഇരുന്ന് ചെല്ലാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, സൗകര്യപൂർവ്വം ചെയ്യാം അല്ലെ. അവിടെ നമുക്ക് സൗകര്യപൂർവ്വം ചെയ്യുന്ന പ്രാർത്ഥനയ്ക്ക് അത്രമാത്രം റെസ്പോണ്ട് കിട്ടണമെന്നില്ല. കിട്ടുവോ? കേൾക്കുന്നുണ്ട്, ഒരു നിഴല് പോലെ, ഒരു എന്താണ് അതിനുള്ളൊരു ആരോഗ്യപരമായ റെസ്പോൺസ് നമുക്ക് കേൾക്കണമെന്ന് അനുഭവിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ പരിത്യാഗം എടുത്ത് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാല് എന്താണുള്ളത്? അത് ഉത്തരം തരാതിരിക്കാൻ പറ്റില്ല. ആർക്ക് വേണ്ടിയാണോ ആ പരിത്യാഗം എടുക്കുന്നത്, ആ വ്യക്തി അല്ലെങ്കിൽ ആ നിയോഗം, അത് ദൈവത്തിന് വളരെ പ്രീതി ഉണ്ടാക്കും. അതായത് താല്പര്യം തോന്നും അല്ലെ. നമ്മളിപ്പോ അതുകൊണ്ടാണ് ദാനിയേലിന്റെ 21 ദിവസത്തെ ഫാസ്റ്റിങ്, പിന്നെ അതുപോലെ ഓരോ രാജാക്കന്മാരും, അതുപോലെ എസ്തറിന്റെ പ്രാർത്ഥന, യൂദത്തിന്റെ പ്രാർത്ഥന, അങ്ങനെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയുണ്ട് അല്ലെ. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ തലേ ദിവസം നമ്മുടെ തെരഞ്ഞെടുപ്പ് ഇത് നോക്കുന്ന ദിവസമാണ്. ഞാനപ്പോ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, അതായത് നമ്മള് കഴിഞ്ഞ ഈ പീഡിപ്പിക്കപ്പെട്ട ജനതയും ക്രിസ്ത്യാനികൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഇന്ത്യയുടെ അവസ്ഥയൊക്കെ ഭയങ്കര വിഷമിച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് വചനം എടുത്തപ്പോഴേക്കും എസ്തേറിന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രാർത്ഥനാ ഭാഗമാണ്. അപ്പൊ എസ്തേർ പ്രാർത്ഥിച്ചത് അവള് ഒരു രാജ്ഞീപദത്തിലാണ് നിൽക്കുന്നത്. അപ്പോ ആ രാജ്ഞീപദത്തിൽ നിന്നും താഴേക്കിറങ്ങി ഹാമാന്റെ ക്രൂരതയുടെ മുമ്പില് എന്താണ് തന്റെ സ്വന്തം ജനത്തെ സഹായിക്കാൻ വേണ്ടി വേറൊരു നിവൃത്തിയില്ല. അതായത് രാജാവിനോട് ചെന്ന് പറയാൻ പറ്റില്ല, ഹാമാന് നേരെ ഒന്നും തന്നെ പ്രവർത്തിക്കാൻ പറ്റില്ല. പക്ഷെ ദൈവത്തോട് നേരിട്ട് പ്രാർത്ഥിക്കണമെങ്കിൽ എന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് വെച്ചുകൊണ്ട് തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാല് അത്ര അങ്ങോട്ട് ക്വാളിറ്റി ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അപ്പൊ എസ്തേർ ചാക്കൊടുത്ത് ചാരം പൂശി തന്റെ വളരെ മനോഹരമായ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് മുടിയെ കഴിച്ചിട്ട് വളരെ വികൃതമായ പ്രാകൃതമായ അവസ്ഥയിൽ ഈ ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി തന്റെ സ്വന്തം താല്പര്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ മാറ്റിവെച്ച് കുറേ ദിവസം അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിന് ശേഷമാണ് എസ്തേർ ഒരു നിശ്ചിത സമയത്ത് അതിന് ആ ഒരു തക്ക സമയം ദൈവം കരുതി കൊടുക്കുന്ന സമയത്താണ് എസ്തേറിന്റെ വാക്കുകൾ കേൾക്കാൻ രാജാവ് തയ്യാറാകുന്നതും ഹാമാന്റെ മേല് രാജാവിന് എന്താണ് വെറുപ്പുണ്ടാവുകയും ഹാമാനെ വധിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോ ഇതിന്റെ പുറകിൽ എന്താണ്? എസ്തേറിന്റെ ഒരു പ്രത്യേകമായ പ്രാർത്ഥനാ രീതി ഉണ്ടായിരുന്നു. അല്ലേ? 3-ാം ദിവസം പ്രാർത്ഥന തീർന്നപ്പോഴാണ്. അതെ. അപ്പോ അത്രയും ദിവസം പ്രാർത്ഥന കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെയാണ് യൂദിത്തിന്റെ പ്രാർത്ഥന. യൂദിത്തും ഇതുപോലെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ രാജാവിന്റെ മുമ്പില് ഒരു സാധാരണ ഒരു സ്ത്രീക്ക് നിൽക്കാനൊന്നും പറ്റില്ല. പക്ഷെ ദൈവവുമായിട്ടുള്ള ഒരു ഉറച്ച വിശ്വാസം, ദൈവം എന്നെ കൈവിടില്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിലാണ് തന്റെ സ്വന്തം ജനത്തെ രക്ഷിക്കാൻ വേണ്ടി യൂദിത്തുന്ന സ്ത്രീയും ഇതുപോലെ പരിത്യാഗമെടുത്ത് വളരെ സമൃദ്ധമായ കൊട്ടാരത്തിലുള്ള പല വിഭവങ്ങളും അവളുടെ മുമ്പിൽ നിരത്തിയിട്ട് അവള് ഒരു ഇല കൊണ്ടാണ്, ഒരു ചെറിയൊരു ഇല കഴിച്ചുകൊണ്ടാണ് ആ ദിവസങ്ങളെല്ലാം പ്രാർത്ഥിച്ചതും
ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി അയച്ചു പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു സമയവും ദൈവം അവൾക്ക് വേണ്ടി നിശ്ചയിച്ചു. അവിടെയും ദൈവം ഈ രാജാവിന്റെ കഠിനതയെ നിർവീര്യമാക്കുവാൻ, നശിപ്പിക്കുവാനായിട്ട് ഈ സ്ത്രീയുടെ കൈകളെ ശക്തിപ്പെടുത്തുകയും അവസാനം രാജാവിന്റെ തലവെട്ടി എടുത്ത് സ്വന്തം രാജ്യത്തെയും ജനത്തെയും വീണ്ടെടുക്കുകയും ചെയ്യുന്നു. അപ്പോ വെറുതെ ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കിട്ടണമെന്ന് നിർബന്ധമില്ല, അല്ലെ? വെറുതെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു പ്രാർത്ഥനാ ശൈലിയിൽ നിന്നും കുറച്ചുകൂടി ക്വാളിറ്റിയുള്ള പ്രാർത്ഥനയിലേക്ക് വരുന്നത് എന്താണ്? ഒരു താല്പര്യമാണ്, വിശിഷ്ടമായ ഒരു വിഭവം എനിക്ക് വേണ്ടി എനിക്ക് ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കണം. അതങ്ങനെയാണ് ഓരോരുത്തരും ഫാസ്റ്റിംഗ് എടുക്കുന്നതും പിന്നെ ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കാതെ ആ ദിവസങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നതും പിന്നെ അതൊരു ശീലമായി മാറുന്നതും ഒക്കെ. അപ്പൊ വെറുതെ നമുക്കൊരിക്കലും ഒരു ശീലം മാറ്റുക. ഇപ്പൊ രാവിലെ നമുക്ക് ചായ കുടിക്കല് നിർബന്ധമായ ഒരു വ്യക്തിക്ക് സംബന്ധിച്ച് ആ ചായ കുടി മാറ്റുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ്, അല്ലെ? അതിപ്പോ എവിടെ ചെന്നാലും ഒരു ചായയെങ്കിലും വേണം. ഒരു ചായ കിട്ടാൻ വേണ്ടി കിടന്ന് നെട്ടോട്ട് ഓടുന്ന ആൾക്കാരുണ്ടാവും. അപ്പോ ഇത് അഡിക്ഷനാണ്. നമ്മുടെ ശരീരം അതിനെ നിർബന്ധമായും അത് ചെയ്യാൻ വേണ്ടി നമ്മൾ അഡിക്റ്റ് ആണ്. പക്ഷെ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഈ കാര്യങ്ങൾ ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ചിട്ട് ഇത്രമാത്രം നമ്മൾ അഡിക്ഷൻ ആയിട്ടിരിക്കുന്ന ഈ സ്വഭാവത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചിട്ട് ഞാൻ ഈ കാര്യം സാധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു പരിത്യാഗത്തിൽ കൂടി ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് തീരുമാനമെടുക്കുമ്പോൾ തന്നെ അവിടെ ദൈവം വളരെ ആഗ്രഹത്തോടുകൂടി ഇവളെ സഹായിക്കണം അല്ലെങ്കിൽ ഇവനെ സഹായിക്കണം എന്ന് ആഗ്രഹിച്ച് കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങുന്നുണ്ട്. ഇത് എത്രത്തോളം നമ്മൾ താല്പര്യത്തോടെ ചെയ്യുന്നോ അത്രത്തോളം പിന്നെ നമുക്ക് നമ്മൾ അടിമപ്പെടുത്തിയിരിക്കുന്ന നമ്മുടെ സ്വഭാവം അല്ലെങ്കിൽ ആ ശീലം നമ്മൾ പോലും അറിയാതെ നമ്മളിൽ നിന്നും വിട്ടുപോയിട്ടുണ്ടാവും, അല്ലെ? ഒരു ഡെലിവറൻസ്, അതായത് നമ്മളെ അടക്കി ഭരിച്ചിരുന്ന ആ സ്വഭാവശീലം നമ്മളിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് പോയി, അതായത് നമ്മളെ വിട്ടുപോയി. നമ്മൾ വിചാരിക്കും നമ്മുടെ ഉള്ളിലുള്ള പിശാചിനെ അഴിച്ചിറക്കണത് മാത്രമാണ് ഡെലിവറൻസ് എന്ന്. അതൊന്നുമല്ല. നമ്മളെ പറ്റിക്കൂടി അള്ളിപ്പിടിച്ചിരിക്കുന്ന പലവിധ സ്വാർത്ഥ താല്പര്യം ശരീരത്തിലും മനസ്സിലുള്ള കുറെ സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്. ചില മനുഷ്യരോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. പക്ഷെ നമുക്കത് കേൾക്കാതിരിക്കാൻ പറ്റില്ല, അവഗണിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം അറിയുന്ന കർത്താവ് ആ വ്യക്തിയിൽ നിന്ന് നമ്മളെ അറിയാതെ തന്നെ സ്കിപ്പ് ചെയ്ത് കളയുന്ന ഒരു അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ സംസാരങ്ങൾ ഒഴിവാക്കാൻ സാധിക്കാറുണ്ട്. അപ്പൊ നമുക്ക് പുറമേ നിന്നും അകമേ നിന്നും പ്രവർത്തിക്കുന്ന ഒരു ദൈവീക ഇടപെടലുകളാണ് പരിത്യാഗം എടുത്ത് പ്രാർത്ഥിക്കുക. ഇപ്പൊ ഒരാൾ നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവഗണിക്കുകയാണ്. പക്ഷെ ആ വ്യക്തിയുടെ സങ്കീർത്തനം 1-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ തന്നെ വാക്യം എന്താണെന്നറിയാവോ? പാപികളുടെ കൂടെ വസിക്കുകയോ ദുഷ്ടരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഒരുപാട് ഹൃദയത്തെ, അതായത് ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യുക. അപ്പോ ഇതൊരു തിന്മയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിനെ പരിത്യജിക്കുന്നവൻ എന്താന്ന് പറയണത്? ഭാഗ്യവാൻ എന്നാ പറയണത്, അല്ലേ? അപ്പൊ നമുക്കിപ്പോ ചിലവർക്ക് എനിക്കൊക്കെ നേരത്തെയൊക്കെ ഉള്ള ഒരു സ്വഭാവം എന്ന് വെച്ചാല് ഈ നമ്മള് ഉള്ള കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് പിന്നെ പറഞ്ഞ് പൊലിപ്പിച്ചു വരുമ്പോ അവിടെ എന്താണ്? പരദൂഷണമായി മാറും. നമ്മളിപ്പോ ചെറിയൊരു കാര്യമായിരിക്കും, പക്ഷെ എന്നാലും അങ്ങനെ ചെയ്യാമെന്ന്. ഒന്നാമത് സ്ത്രീകള് പരദൂഷണം പറയാൻ തുടങ്ങിയത് വെള്ളം ചേർത്ത് പൊലിപ്പിച്ച് പിന്നെ പരദൂഷണത്തിന്റെ ഉച്ചകോടിയിലായാലും അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറില്ല, അല്ലെ? കുറച്ച് അടുത്ത ആളിലേക്ക് പോവും. അങ്ങനെ ഒരാള് തുടങ്ങി കൊടുത്താൽ മതി, അടുത്ത ആൾ അങ്ങനെ തുടങ്ങും. ഈ കുടുംബശ്രീയുടെ പരിപാടിയൊക്കെ ഉള്ളവർക്ക് മെയിനായിട്ട് എന്റെ വീട്ടില് ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോ അമ്മ എന്താ കുടുംബശ്രീയിൽ ഇപ്പൊ പോകാൻ തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ എന്താണ് പൊതുവെ സ്ത്രീകളിലുള്ള ഒരു പ്രത്യേക അവസ്ഥയാണ് കുറ്റം പറച്ചില് ഉള്ളൊരവസ്ഥ. ഈ കുറ്റം പറച്ചില് നമുക്ക് ഒഴിവാക്കാനായിട്ടും എന്ത് വേണം?
നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഓൾറെഡി പെണ്ണുങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു പ്രത്യേക ഒരു വരമാണ് കുറ്റം പറച്ചിൽ. അതിപ്പോ വീടായാലും നാടായാലും സമൂഹമായാലും അതൊരു എന്താണ് കുറ്റം. ഇതെന്താ കാര്യം എന്നറിയോ? നമ്മുടെ ആദി മാതാവ് ചെയ്തൊരു പ്രവൃത്തിയുടെ ബാഡ് എഫക്റ്റ് ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? ആരെ കുറ്റം പറഞ്ഞത്? പാമ്പിനെ കുറ്റം പറഞ്ഞു, അല്ലെ? ചെയ്തത് ഏറ്റു പറഞ്ഞില്ല, എന്ത് ചെയ്തത്? പാമ്പിനെ കുറ്റം പറഞ്ഞു. പാമ്പ് ആരാണെന്ന് ആൾക്കറിയില്ലായിരുന്നെങ്കിലും ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലെ? ദൈവം പറഞ്ഞിട്ടുണ്ട് ചെയ്യരുതെന്ന്, അത് പറഞ്ഞില്ല, അവിടെ ന്യായീകരിച്ചു. സ്വയം ന്യായീകരിക്കുമ്പോ അപ്പുറത്തെ സൈഡിൽ എന്താണ്? ഒരാളെ കുറ്റം വിധിക്കുന്നുണ്ട്, അല്ലെ? നമ്മൾ സ്വയം ന്യായീകരിക്കുമ്പോ ഞാനല്ല എന്ന് പറയുമ്പോഴേക്കും അപ്പോ ആരാണ്? അയാളാണ് എന്ന് അറിഞ്ഞോ അറിയാതെയൊക്കെ കുറ്റം പറയുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ എല്ലാത്തിലും ബാഹ്യമായും ആന്തരികമായിട്ടുള്ള ഒരു അവസ്ഥയെ നമുക്ക് അതിജീവിക്കുവാനായിട്ട് ദൈവികമായ ഒരു ഇടപെടലുകൾ നമുക്ക് വേണം. കുറ്റം പറയാനായിട്ട് പലപ്പോഴും ഇപ്പൊ ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചൊക്കെ സംസാരിക്കുന്നതിന്റെ കാരണം തന്നെ പലപ്പോഴും നമ്മൾ കുറ്റം പറയാനുള്ള അവസരങ്ങള് നമ്മുടെ കൺമുമ്പിൽ കാണാം. ചിലപ്പോ വൈദികരുടെ ഇടയിൽ കാണാം, സന്യസ്തരുടെ കാണാം, നമ്മുടെ കുടുംബജീവിതങ്ങളിൽ, മക്കളില് കുറ്റം പറയാനായിട്ട് എല്ലാവരിലേക്കും നമ്മൾ കണ്ണുകൾ തുറന്നിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അവരുടെയൊക്കെ കുറ്റങ്ങൾ കാണാൻ സാധിക്കുന്നത്. പക്ഷെ നമുക്ക് നമ്മളിലേക്ക് തന്നെ നോക്കാൻ നേരമില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ കുറ്റങ്ങള് നമ്മള് അവഗണിച്ച് കളയും, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത്. അപ്പോ ഓരോ കാര്യങ്ങളിലും എന്താണ് നമ്മൾക്ക് നമ്മളെ തന്നെ ഒരു വ്യക്തമായ വിലയിരുത്തലോടുകൂടി ആണെങ്കിൽ നമുക്കറിയാൻ പറ്റും. ഇപ്പൊ എന്റെ മക്കള് പഴയ കാലങ്ങളിൽ ഞാൻ ചെയ്തു പോയ പാപങ്ങളുടെ ആ ഒരു ബാഡ് എഫക്റ്റില് അതേ അവസ്ഥയിൽ തന്നെ എന്റെ മക്കള് ആ തെറ്റ് ആവർത്തിക്കുന്നുണ്ടെങ്കിൽ സത്യത്തിൽ ഇപ്പൊ വേണമെങ്കിൽ എനിക്ക് വഴക്ക് പറയാം, പക്ഷെ എന്തുണ്ട്? എനിക്കതിനുള്ള യോഗ്യതയില്ല, അല്ലേ? ഞാൻ പണ്ട് ചെയ്തു വെച്ചതിന്റെ ചെയിനാണ്, ആവർത്തനമാണ് എന്ത് മക്കളിൽ കൂടി പ്രവർത്തിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം എന്താ ചെയ്യേണ്ടത്? മക്കളോട് ഉപദേശം കൊടുക്കുന്നതിന് മുമ്പ്, കർത്താവേ, ഇതിനു മുമ്പ് ഇവര് ചെയ്ത ഈ പാപം ഞാൻ അറിഞ്ഞോ അറിയാതെയൊക്കെ എന്റെ ചെറുപ്പത്തിൽ ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അന്ന് എന്നെ ഉപദേശിക്കാനോ എന്നെ സഹായിക്കാനോ എനിക്ക് മനസ്സിലാക്കി തരാനോ എനിക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അന്ന് പറ്റിയ തെറ്റുകൾ മൂലം ഇന്ന് എന്റെ മക്കളിൽ കൂടി അത് ആവർത്തിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് കർത്താവെ, ഈ മേഖലകളുടെ മേല് കരുണ കാണിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ പ്രാർത്ഥന എന്താണോ അത് ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ നമ്മളവിടെ എന്താണ്? ഒരു ഏറ്റുപറച്ചിലും വരാനിരിക്കുന്ന പാപത്തിനെ നമ്മൾ ബ്രേക്ക് ചെയ്യാനും സാധിക്കുന്ന ഒരു പ്രാർത്ഥനയാക്കി മാറ്റും. അപ്പൊ എന്താണ്? ഇവിടെ എല്ലാം ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു വിശിഷ്ടമായൊരു ശക്തിയുണ്ട്. അതുപോലെ നമ്മൾ പരിത്യാഗം എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയോടുകൂടെ നമ്മൾ പിന്നെ കാത്തിരിക്കുന്നതൊക്കെ പരിത്യാഗമാണ്. ഒരു കാര്യം നടക്കാനായിട്ട് നമ്മൾ കാത്തിരിക്കുന്നത് ഒരു പരിത്യാഗമാണ്. പെട്ടെന്ന് തന്നെ നടന്നില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഷൗട്ടാവും, അല്ലെ? ചില ജോലി സ്ഥലങ്ങളിൽ പെട്ടെന്ന് കാര്യം ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കും. വീടുകളിലാണെങ്കിലും ഇപ്പോ രാവിലെ നമ്മുടെ വീടുകളിലൊക്കെ ഒരു കലാപഭൂമിയാണ്. ഓരോരുത്തർ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഒന്ന് സ്വസ്ഥമാവണത്. കാരണം എന്താണ്? രാവിലെ എല്ലാവർക്കും തിരക്കാണ്. ഈ തിരക്കിന്റെ സമയത്ത് നമുക്ക് എല്ലാം പടപടാന്ന് ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഒരു കലാപഭൂമിയായി മാറും. അവരുടെ ആവശ്യമാണെങ്കിൽ പോലും നമ്മള് അതിനു വേണ്ടി ചെലവിട്ട് സമയമെടുത്ത് എഫേർട്ട് ഇട്ട് ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. അപ്പൊ എന്താ? എല്ലാവർക്കും തിരക്കാണ്. എന്നാ അവനവന്റെ ഇന്നത്തെ കാര്യം അത് തലേ ദിവസം തന്നെ ഒന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാല് എന്താണ്? ശാന്തമായി എല്ലാം ക്രമീകരിച്ചു പോകാവുന്നതേ ഉള്ളൂ. പക്ഷെ ചെയ്യാതെ എന്താണ്? അവന്റെ ആ ഒരു ദേഷ്യം മറ്റുള്ളവർക്ക് അസ്വസ്ഥതയും ഒരു എന്താണ് ആ സമയം ഒരു വെറുപ്പിന്റെ സമയമായി മാറാൻ സാധിക്കും. അപ്പൊ എല്ലാം നമ്മള് എന്ത് ചെയ്യണം? ഒരു നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ആ വിശുദ്ധമായ കൃപ നമ്മള് ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ആവശ്യപ്പെടണം. അതായത് ചിലപ്പോ നമ്മൾ ചെയ്യാത്ത കാര്യത്തിന് വേണ്ടിയായിരിക്കും ചിലപ്പോൾ കുറ്റം പറയണത്. എന്നിട്ട്
പിന്നീട് അതിനെക്കുറിച്ച് പരിതപിക്കുകയോ മാപ്പ് പറയുകയോ ചെയ്യുന്നതുകൊണ്ട് വലിയ കാര്യമില്ല. എങ്കിലും അന്നേരം, കാരണം ഒരു മനുഷ്യന് ഏറ്റവും ഒരു കത്തിയെടുത്ത് കുത്തുന്നതിനേക്കാൾ പെട്ടെന്ന് തന്നെ ഒരു വാക്കിന്റെ മൂർച്ച കൊണ്ട് ഒരാളുടെ ഹൃദയം മുറിക്കാൻ പറ്റും. പിന്നെ അതിനെ ഹീല് ചെയ്യുക എന്ന് പറഞ്ഞാല് അതത്ര അങ്ങോട്ട് പെട്ടെന്നൊന്നും ഹീലാവില്ല. അപ്പൊ ഒരു വാക്കുകൾക്ക് ഭയങ്കര ഷാർപ്നെസ് ആണ്. വചനം ഇരുതല വാളെന്ന് പറഞ്ഞ പോലെ വാക്കും ഈശോ പറയുന്നുണ്ട്, നാവ് തീയാണെന്നാ പറയുന്നത്, കത്തിച്ചാമ്പലായി പോകും. അവന്റെ സ്വസ്ഥതയും സമാധാനവും കത്തിച്ചാമ്പലായി പോകും. അപ്പോ ഒരു ആത്മസംയമനത്തോടുകൂടെ ആയിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ആത്മാവും നമ്മുടെ കൂടെയുള്ളവരുടെ ജീവിതങ്ങളും ഒരു പ്രത്യേകമായ ദൈവിക കൃപയോടുകൂടെ അങ്ങനെ സ്വസ്ഥമായി പോകാൻ ദൈവം അനുവദിക്കും. അപ്പൊ അതിന്റെയൊക്കെ മുമ്പിൽ എന്തുണ്ടാവണം? നമുക്ക് ഒരു പരിത്യാഗം വേണം, അല്ലെ? ജീവിതത്തിൽ പരിത്യാഗമില്ലാത്തവർക്കൊന്നും വിജയിക്കാൻ പറ്റില്ല. വിജയിക്കാൻ പറ്റുമോ? ഡെഡിക്കേഷൻ കൂടുന്നത് എവിടെ കൂടിയാണ്? പരിത്യാഗത്തിൽ കൂടിയാണ്. അപ്പോ ഈശോന് നൽകുന്ന ചിന്ത തന്നെ എന്താണ്? വിശിഷ്ടമായ ഒരു മറ്റൊരു വിഭവമാണ് എന്ത്? പരിത്യാഗം. പരിത്യാഗത്തോടു കൂടെയുള്ള പ്രാർത്ഥന. നമുക്കിന്ന് ഈശോ നൽകുന്ന തിരുവചന ഭാഗം തന്നെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നത്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് കൂടുതൽ താല്പര്യം അല്ലെങ്കിൽ സമയം. ഇപ്പൊ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുകയാണ്, നാളെ തന്നെ ദൈവം അതിന്റെ അടയാളം കാണിച്ചു തരുമെങ്കിൽ ആ വിശ്വാസത്തിന്റെ മുമ്പില് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവാം. ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു, ഇന്നലെ പ്രയർ തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞു, ഞാന് ഇന്നൊന്നും സംസാരിക്കുന്നില്ല, വേർഡ് ഓഫ് ഗോഡ് ഒന്നും ചെയ്യുന്നില്ല, എനിക്ക് വയ്യ. അപ്പൊ ഞാൻ തുടങ്ങിയപ്പോ തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് ഇന്ന് ഞാൻ വേർഡ് ഓഫ് ഗോഡ് എടുക്കുന്നില്ല, എനിക്ക് ശബ്ദം ഒട്ടും വയ്യ എന്ന് പറഞ്ഞു. പക്ഷെ സമയമായപ്പോഴേക്കും എനിക്ക് പരവേശമായി, വെപ്രാളമായി. കാരണം ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത്, ഞാനല്ലല്ലോ ഇന്ന് വരെ പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് എന്റെ മുമ്പിൽ പ്രവർത്തിക്കാൻ ഞാൻ തന്നെ ബ്ലോക്ക് ചെയ്യാണ്. അപ്പൊ തന്നെ ഞാൻ സിസ്റ്റം ഓൺ ആക്കി. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു. അപ്പൊ തന്നെ ഞാൻ സിസ്റ്റം ഓൺ ആക്കി റെക്കോർഡ് ചെയ്യാനായിട്ട് കുറച്ച് ലേറ്റ് ആയെങ്കിലും പെട്ടെന്ന് തന്നെ അത് ചെയ്തു. അതെടുത്തു കഴിഞ്ഞപ്പോ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ തന്നെ എന്റെ ഉള്ളിൽ ഭയങ്കരമായ ഒരു ദൈവീകമായ ഒരു ആശ്വാസം. അതായത് നമ്മൾക്ക് സാധിക്കുന്നില്ല, പക്ഷെ ദൈവത്തിന് സാധിക്കും. നമുക്ക് പറ്റുന്നില്ല, നമ്മുടെ ശരീരം, നമ്മുടെ ആത്മാവ് അത്രമാത്രം ദുർബലമാണെങ്കിലും നമ്മുടെ ഉള്ളിൽ ദൈവമേ എനിക്ക് സാധിക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് എന്റെ അവസ്ഥ അതായതുകൊണ്ട്, വളരെ മോശമായത് കൊണ്ടാണ് ഞാനത് ചെയ്യാത്തതെന്ന് നമ്മളുടെ ശരീരം, നമ്മുടെ അവസ്ഥ അങ്ങനെ ആണെങ്കിൽ പോലും ദൈവം അതിന്റെ മുകളിൽ പ്രവർത്തിക്കാൻ എപ്പോഴും റെഡിയാണ്. പക്ഷെ എന്തുണ്ടാവണം? ആ വിശ്വാസത്തോടുകൂടെ നമ്മൾ ആയിരിക്കണം. നമ്മുടെ ഉള്ളില് ആ ഒരു വിശ്വാസം. നമ്മൾക്ക് ഒരു പ്രത്യേകമായ ഒരു കൃപയാണ് ദൈവം എന്നെ വഴക്ക് പറയണം എന്നുള്ളത്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ദൈവം എന്നെ, നമ്മൾക്ക് നമ്മളുടെ മക്കളോട് വഴക്ക് പറയണത് എന്തിനാ? സ്നേഹം കുറയുമ്പോഴാണോ കൂടുമ്പോഴാണോ? കൂടുമ്പോഴാണ്, അല്ലെ? എന്തുകൊണ്ടാന്ന് വെച്ചാല് അവരുടെ ലൈഫ് ഒന്ന് ദൈവീകമായ ഇടപെടലുകൾ എപ്പോഴും ഉണ്ടാവണം. അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു വിഷമം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നതും വേദന ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ ഒക്കെ ഒരു അവസ്ഥ എന്ന് വെച്ചാല് ഈ കാലഘട്ടത്തിൽ മക്കൾക്ക് കൊടുക്കാവുന്ന വലിയൊരു ഗിഫ്റ്റാണ് കുറച്ച് സഹനങ്ങൾ, അല്ലേ? എനിക്കത് അംഗീകരിക്കാൻ പ്രയാസം ഉണ്ടാവും, എനിക്കറിയില്ല. കുറച്ച് സഹനങ്ങൾ മക്കൾക്ക് കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ എന്ത് പറ്റും? അവര് വളരെ ലാഘവത്തോടുകൂടെ ജീവിതം കാണും. അവസാനം എന്ത് ചെയ്യും? ആദ്യത്തെ സന്തോഷവും സമാധാനവും നമ്മുടെയും പോവും, അവരുടെയും പോവും. അപ്പോ കുറച്ചൊക്കെ ബുദ്ധിമുട്ടി കൂടി മക്കൾ ജീവിക്കുന്നത് അവസാനം വരെ അവർക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ നമ്മളോ ഇങ്ങനെ സഹിച്ചു, നമ്മുടെ മക്കള് അങ്ങനെ സഹിക്കരുത് എന്ന് ചിന്തിച്ച് ഞാൻ എന്റെ മോനോട് പറഞ്ഞു. അവന് രണ്ട് ബാഗ് ഉണ്ടായിരുന്നു, കഴിഞ്ഞ വർഷത്തെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇടയ്ക്ക് ഒരു ബാഗും കിട്ടിയായിരുന്നു. അപ്പൊ അവന് പെട്ടെന്ന് ഉപയോഗിച്ച് പെട്ടെന്ന് ചീത്താക്കി. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ ഞാനൊക്കെ പഠിക്കുമ്പോ എനിക്ക് ബാഗൊന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങളൊക്കെ കവറിലാണ്
ഇങ്ങനെ ബുക്ക് കൊണ്ടുപോയത്. അങ്ങനെ ഓരോരോ ദാരിദ്ര്യാവസ്ഥകൾ പറഞ്ഞപ്പോ അത് അന്നത്തെ കാലമല്ലേ, ഇന്നത്തെ കാലമല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു അന്നത്തെ കാലം ഇന്നും അങ്ങനെ അനുഭവിക്കുന്ന വിഷമിക്കുന്ന മക്കളുണ്ട്, ജീവിക്കുന്ന മക്കളുണ്ട്. അന്നത്തെ കാലം ഇന്ന് നിങ്ങൾ അനുഗ്രഹിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഇഷ്ടാനുസരണം ബുക്സ് ആണെങ്കിലും ബാഗ് ആണെങ്കിലും എല്ലാ സാധനങ്ങളും ദൈവം തരണത്. അന്നും ഈ ആളുകളൊക്കെ ഉണ്ട്. അന്നും നന്നായിട്ട് എന്റെ കൂടെ പഠിക്കുന്ന മക്കള് എല്ലാവരും നല്ല രീതിയിൽ സ്കൂളിൽ വരുന്നവരുണ്ട്, കഴിവില്ലാത്തവരുണ്ട്, കഴിവുള്ളവരുണ്ട്. അപ്പൊ എന്താ, ഓരോരുത്തർക്കും ദൈവം സമയാസമയങ്ങളിൽ ദൈവം നൽകുന്നത് ഉപയോഗിച്ചത് അതിന്റെ കൃപ നഷ്ടപ്പെടുത്തി കളയാതെ മുന്നോട്ട് പോകണമെങ്കിൽ അന്ന് അനുഭവിച്ച ബുദ്ധിമുട്ട് ഇന്ന് എനിക്കിപ്പോ അനുഗ്രഹമായിട്ട് എല്ലാ തരത്തിലും ഏത് അവസ്ഥയിലാണെങ്കിലും അത് അന്നത്തെ ആ ഒരു ബുദ്ധിമുട്ടും ദാരിദ്ര്യവും ഒക്കെ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ മറന്നു പോകാൻ പറ്റാത്ത വിധത്തില് മറന്നു കളഞ്ഞു കഴിഞ്ഞാല് ഓർക്കുമ്പോ തന്നെ പേടിയാണ്. കാരണം അന്ന് തന്നെ അത്രയും ബുദ്ധിമുട്ടി കൂടി ജീവിക്കാൻ ദൈവം അനുവദിച്ചത് കൊണ്ട് ഇന്ന് ഞാൻ അന്ന് ഞങ്ങൾക്ക് വെള്ളമൊക്കെ ഇവിടെ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഇന്നും വെള്ളം നശിപ്പിച്ച് കളയുമ്പോ ഞാൻ വഴക്ക് പറയും. അനാവശ്യമായിട്ട് വെള്ളം വെറുതെ ഒഴിച്ചു കളയുമ്പോ, വെറുതെ പൈപ്പ് കുറെ സമയം കുളിക്കാനായിട്ട് കുറെ സമയം കൊടുത്ത് വെള്ളം വെറുതെ വേസ്റ്റ് ആയി കളയുമ്പോ ഒക്കെ ഞാൻ വഴക്ക് പറയും. കാരണം എന്താ, വെള്ളത്തിന്റെ വില ഞാൻ എന്റെ ചെറുപ്പത്തിലേക്ക് ഒരുപാട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വെള്ളം കിട്ടാതെ ഒരുപാട് രാത്രികളിലൊക്കെയാണ് വെള്ളം വരണത്. ഉറക്കളച്ചൊക്കെയാണ് വെള്ളം പിടിച്ച് കളക്ട് ചെയ്യണത്. അപ്പൊ അത്രമാത്രം ബുദ്ധിമുട്ടി കൂടി പോകുന്നതുകൊണ്ട് ഇന്നിപ്പോ ഇഷ്ടംമാരെ വെള്ളം ഉണ്ടെങ്കിലും ഇന്ന് അന്നത്തെ ആ ഒരു ചിന്തയിൽ കൂടി തന്നെ ഇന്നും എനിക്ക് ആ ഒരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോ നമ്മുടെ ചെറുപ്പത്തിൽ കിട്ടിയ ആ ദൈവികമായ ആ സഹനത്തിന്റെ കാലത്തിന്റെ അനുഗ്രഹമാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് മക്കളോട് പറയാനോ പറഞ്ഞു കൊടുത്ത് അവർക്ക് മനസ്സിലാക്കാനോ സാധിക്കുന്നില്ലെങ്കിൽ, കാരണം അവരുടെ ചെറുപ്പകാലത്ത് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ യാതൊരു സങ്കടവും ഇല്ലാതെ എല്ലാം ലാവിഷാണ്. അപ്പൊ അതുകൊണ്ട് ഈ മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു ഉപാധി ഇല്ലാതായി പോയി. അതുകൊണ്ട് എന്താ, അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്താണ് ഒരു ഉപാധി ഉള്ളത്? എന്തുപാധിയുണ്ട്? പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, അല്ലേ? മറ്റുള്ളവർ ഈ നമ്മുടെ മക്കൾക്കാണെങ്കിലും ലോകത്തിന്റെ ഈ ദുഷ്ടതയുടെ ജനതകളുടെ, ഞാനിപ്പോ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഇലക്ഷന്റെ സമയത്തൊക്കെ ശക്തമായിട്ട് മനസ്സിൽ ഇങ്ങനെ പോകുന്ന വഴി, നടക്കുന്ന വഴിയൊക്കെ പ്രാർത്ഥിച്ചു. എങ്കിലും ഒരു ദുർബലതയുണ്ട്. കാരണം ഇപ്പൊ കഴിഞ്ഞു പോയ സർക്കാർ, കേന്ദ്ര സർക്കാർ ശക്തമായ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നെങ്കിലും ദൈവത്തിന്റെ ഒരു ഇടപെടലുകൾ കൊണ്ട് ദൈവം ഒരു ചെറിയൊരു സഹായം ദൈവം ഈ ഇലക്ഷന്റെ തെരഞ്ഞെടുപ്പിൽ പ്രകടമാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മള് ആ ഒരു ഇതിൽ പിടിച്ചു നിന്ന് പോയാല് കർത്താവ് വിചാരിച്ചൊന്നുമില്ല, അല്ലെ? കഴിഞ്ഞ ദിവസം എന്നോട് ഒരു അച്ഛൻ പറഞ്ഞു, 4 മാസമായിട്ടുള്ളൂ അച്ഛൻ ഫേസ്ബുക്കിലൂടെ എന്നെ പരിചയപ്പെട്ടതാ. അപ്പൊ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, വൈദികർക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പിലും വ്യക്തിപരമായിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ 4 മാസമായിട്ടുള്ള അച്ഛൻ പിന്നെയും പ്രാർത്ഥിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ഈ വിശ്വാസ ജീവിതം നിങ്ങൾ സുരക്ഷിതമായിട്ടും സംരക്ഷിച്ചും അത് നിലനിർത്തിക്കൊണ്ട് പോയാൽ മതി. ലോകം പലതും കാണിച്ചാലും നിങ്ങളെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നിങ്ങളെ വിളിച്ചവനോട് നിങ്ങൾ വിശ്വസ്ത കാണിച്ചാൽ നിങ്ങളിൽ കൂടി ദൈവം ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അതുവഴി ദൈവജനവും അതുപോലെ ശക്തമായ വിശ്വാസത്തിലേക്ക് വരും. അപ്പോ എന്താണ്, ഈ മറ്റുള്ളവരുടെ പ്രാർത്ഥന ആവശ്യമാണ്. മറ്റുള്ളവരോട് പ്രാർത്ഥന ആവശ്യപ്പെടുന്നതനുസരിച്ച് ഇപ്പൊ ഞാനിപ്പോ മറ്റുള്ളവരോട് പറയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാലൊന്നും പെട്ടെന്ന് ഒരു പരിപാടിയും നടക്കൂല. പക്ഷെ പ്രാർത്ഥിക്കുന്നുണ്ടാവും. പക്ഷെ ഞാൻ മാറാതെ, ഞാൻ ആ വിശ്വാസത്തിൽ എന്റെ ഉത്തരവാദിത്തത്തിനോടും ഒരു കമ്മിറ്റഡ് ആകാതിരിക്കുന്നിടത്തോളം കാലം പിശാചിന് നമ്മളെ ദുർബലപ്പെടുത്താൻ സാധിക്കും, അല്ലേ? നമ്മളുടെ പാർട്ട് ക്ലിയർ ആണെങ്കിലും പുറത്തുനിന്ന് വരുന്ന പ്രാർത്ഥന എല്ലാം നമുക്ക് ഒന്നുപോലും നഷ്ടപ്പെടാതെ നമുക്കത് ഉപയോഗിക്കാൻ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി മാറ്റും. പക്ഷെ എന്റെ പാർട്ട് ക്ലിയർ അല്ല. അപ്പൊ പരീക്ഷ എഴുതാനായിട്ട് നമുക്ക് പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷെ മക്കള് പഠിക്കണം, വേണ്ടേ? അത്യാവശ്യം പഠിക്കണം. പഠിക്കാതെ നമ്മൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടെന്ന് പറഞ്ഞ് നമ്മളുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്യണം. നിന്റെ കർത്തവ്യങ്ങൾ നിഷ്ഠയോടെ ചെയ്യണം. അപ്പോ നമ്മൾ പ്രാർത്ഥിക്കുമ്പോ വിശ്വാസം ഒന്നാമത് വേണം.
അതിന്റെ കൂടെ കുറച്ച് പരിത്യാഗമൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുമ്പോ, കുറച്ച് വിഷമിച്ച് വേദനിച്ച് ഒക്കെ പ്രാർത്ഥിക്കുമ്പോ, മുട്ടുമേ നിന്ന് പ്രാർത്ഥിക്കുമ്പോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ട കാര്യങ്ങൾ ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമുക്ക് ആ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥിക്കുന്ന ദൈവം എനിക്ക് വേണ്ടി ശക്തമായി ഇടപെടുന്നുള്ള വിശ്വാസത്തോടു കൂടെയാണ് നമ്മൾ അതുപോലെ ആ സഹനങ്ങളെ ഏറ്റെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് എന്തായാലും പ്രവർത്തിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യൊന്നും വേണ്ട, ചെറിയ ചെറിയ കാര്യങ്ങളിൽ കൂടി ദൈവകൃപയെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ കൂടി മറ്റുള്ളവരുടെ ജീവിതത്തിലും പകർന്നു കൊടുക്കുവാനായിട്ട് ഈ പ്രാർത്ഥനയുടെ പല പല വെർഷൻ നമ്മൾ ഉപയോഗിക്കണം. അല്ലാതെ നമ്മള് വെറുതെ നമ്മൾ പ്രാർത്ഥിച്ചു പോയാല് അത് വെള്ളത്തിൽ ഒഴിച്ചു പോകുന്ന വെള്ളം പോലെയാകും. പക്ഷെ എങ്കിലും ദൈവം അതിന്റെ മേല് നേർത്ത ഒരു അല്ലേ, ഞാനിപ്പോ 33 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ദൈവകൃപയുടെ ഒരു ചെറിയ കണികയെങ്കിലും എനിക്ക് അത് 33 വയസ്സ് വരെ ഞാൻ അന്തസ്സായിട്ട് കുരിശുമണി അടിക്കുമ്പോ കുരിശ് പ്രാർത്ഥിക്കുന്നു, കുടുംബ പ്രാർത്ഥന ഇല്ലെന്ന് വെളുപ്പിന് എന്റെ അപ്പൻ സമ്മതിക്കില്ല, വെളുപ്പിന് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചോണം. പക്ഷെ എന്റെ ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും നടന്നിട്ടില്ല. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ പരിക്കുകളൊന്നും ഇല്ലാതെ, വലിയ അപകടമൊന്നും ഇല്ലാതെ കർത്താവ് കൊണ്ടുപോയി. പക്ഷെ എന്റെ വിശ്വാസ ജീവിതമൊന്നും വളർന്നില്ല. പക്ഷെ സഹനങ്ങൾ അടിക്കടി വന്നപ്പോഴാണ്, ജീവിതത്തിൽ നിലനിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോഴാണ് എന്റെ വിശ്വാസത്തിലേക്ക് കുറച്ചെങ്കിലും ഒരു വെളിച്ചം വന്ന് വീണതും പ്രാർത്ഥനയുടെ സ്വഭാവം തന്നെ മാറിയതും പിന്നെ കുറച്ച് കമ്മിറ്റഡ് ആയി പ്രാർത്ഥിക്കാനൊക്കെ സഹായിച്ചു. അപ്പോ 33 വയസ്സും എനിക്ക് ജീവിക്കാൻ ദൈവം സുരക്ഷിതത്വം നൽകിയെങ്കിലും എന്റെ ജീവിതത്തിൽ ഒന്നും പ്രത്യേകിച്ചൊന്നും നടന്നൊന്നുമില്ല, ഒന്നും പ്രത്യേകിച്ച് സംഭവിച്ചില്ല. പക്ഷെ ഈ പരിത്യാഗവും പ്രാർത്ഥനയും കൂടി ആകുമ്പോഴേക്കും വിശ്വാസം കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ളതാവും, കുറച്ചുകൂടി പ്രകാശിതമാവും. പിന്നെ ആ ക്വാളിറ്റി നമുക്ക് ഒറ്റക്കല്ല ഉപയോഗിക്കുന്നത്, മറ്റുള്ളവരിലേക്കും സമറിയക്കാരിയെ പോലെ ഓടാനുള്ള ഒരു ക്വാളിറ്റി നമ്മുടെ ജീവിതത്തിൽ ദൈവം തരും. ആ ഒരു തിരിച്ചറിവോടുകൂടെ ആയിരിക്കുവാൻ എല്ലാ മക്കളുടെയും ജീവിതങ്ങളിലും ഈ പ്രാർത്ഥനയുടെ പലവിധ ചൈതന്യങ്ങൾ കൊണ്ടും കൃപകൾ കൊണ്ടും നിറയ്ക്കപ്പെടുവാനായിട്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ